സ്റ്റേറ്റ്സ് ലാബ് അതുപോലെ FB കാര്യങ്ങളുണ്ടോ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ടെക്സാസിൽ എന്റെ കൂട്ടുകാരുണ്ട് കേട്ടോ. ടെക്സാസ് ഷിബു ഷിബുവിനോടാണ്. ടെക്സാസിലുണ്ട്, പിന്നെ ഹവായിലുണ്ട്, ഹോണോലുലുവിലുണ്ട്. ഷിബു കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടാവും, കാരണം ഷിബു നമ്മളോടൊപ്പം ഉണ്ട്. എവിടെയും പോയിട്ടില്ല. ടെക്സാസിൽ കേരളത്തിൽ ഒരുപാട് തന്നെയാണ്. മലയാളികളുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഗ്യാരേജ് നടത്തുന്നവരുണ്ട്, ലോണ്ടറി നടത്തുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ടെക്സാസ് നമ്മുടെ ദുബായ് പോലെ മലയാളികളുടെ ഒരു കേന്ദ്രമാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അതെ, മലയാളികളുടെ ഒരു കേന്ദ്രമാണ് ടെക്സാസ്. നമ്മൾ ദുബായിൽ കരാമ പറയും. അത് ചെറിയ കേരളാണ് കരാമ, നഹദ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതേപോലെയുള്ളൊരു സംഭവമാണ്. ആണോ, എന്റെ സ്പോൺസർ ടെക്സാസിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്പോൺസർ ടെക്സാസിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ പറയുന്ന പോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാല് അറിയാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ നോക്കാം അല്ലെ. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പൊളിറ്റിക്കലി. അതായത് ട്രംപിനോടാണ് കൂടുതൽ. എന്താ, നമുക്ക് 1:15 എല്ലാരോടും യാത്ര പറഞ്ഞാലോ ഷിബു? വേറെ ആരൊക്കെ ഉള്ളത്? നാദു, സ്വാതി, നസീബ് ഉണ്ടോ? ആരൊക്കെ ഉള്ളത്? ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നമുക്ക് ഇന്ന് യാത്ര ചൊല്ലിയാലോ? ഒരു കവിതയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കവിത മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതി. എന്നാ പോവാ നിക്ക. നദുവോ ശിവു നദുവോ പോകുന്നതിന് മുന്നേ ഒരു കവിത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാതി. ഏതാ കവിത? ഏത് കവിത ആയാലും കുഴപ്പമില്ല, അവൾക്ക് നല്ലൊരു കവിത കൊടുക്കും. ആയിരം ഒരു കവിത പറ സ്വാതി, പാടാം. നാദു ബ്രോയി പോ. നാദു ബ്രോ നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കവിത മൂളിയിട്ട് പോകാന്ന് കരുതിയിട്ടാണ് ഷിബു. ആയിരം അല്ല, പിന്നെ യുഎസിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ പകലായിരിക്കും കേട്ടോ. അതെ അതെ, ഡ്യൂട്ടിക്കിടയിൽ കാര്യങ്ങൾക്കൊക്കെ ഇടയിലൊക്കെ ആയിരിക്കും പിന്നെ അല്ല, ഷിബു. ഇതിപ്പം ഈ രാത്രികളൊക്കെ പകലായിരിക്കും. അതെ, രാത്രി പകല്. ഞാൻ ഇന്നലെ ഒരു സംഭവം, രാത്രികളെ പകലുകളാക്കി പകലുകളെ രാത്രികളാക്കി, ഞാൻ എഴുതിയ ഈ വരികൾക്ക് ഏതെങ്കിലും പഴയ ഗാനങ്ങളുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് വെറും യാദൃശ്ചികം മാത്രം. എന്റെ ഫ്രണ്ട്സ് രാവിലെ എന്നെ വിളിക്കുമ്പോൾ അവിടെ ഈവനിങ് ആണ്, 5 മണി 6 മണിക്കാണ്. അവിടെ നിന്ന് 2 ആൾക്കാർ വരാനുള്ളവരൊക്കെ ഉണ്ട്. പേരൊക്കെ കുറെ എന്തൊരു ജെസ്സി അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട് വരാനുള്ളവര്. നമ്മള് ടൈം ഷെഡ്യൂളൊക്കെ ആദ്യത്തിൽ നിന്ന് ടോട്ടലി ചേഞ്ച് ആയപ്പോഴേ കുറേ ആളുകൾ മാറ്റം വന്നു നമ്മുടെ ലൈബ്രറിയിൽ നിന്ന്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം ഇതേപോലെ തന്നെ ആവും കേട്ടോ, കുറെയൊക്കെ മാറ്റം വരും. അതെ അതെ അതെ. 2 വരി കവിത മൂള്, നമുക്ക് എന്നിട്ട് പതിയെ വൈൻഡപ്പ് ചെയ്യാം. രാവിലെ ആരും ഇറങ്ങിപ്പോയി. ഉണ്ടാവും അതിവിടെ ഉണ്ടാവും. ഷിബു ആണ്, ഷിബു. ഷിബു ഇവിടെ ഉണ്ട്. അല്ലല്ല, ഷിബു കവിത സ്വാതിയാണ് പോയത്. ആദ്യം പോയിട്ടുണ്ടാവില്ല, അത് ഇങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുമ്പോഴേ ചിലപ്പോ മാറ്റം വരുന്നതാവും. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാപാതയിൽ നാം 2 പേർ, പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. ഉമ്മറപ്പടികളിൽ കുങ്കുമം വീശുന്ന പൊൻവേണുകിരണങ്ങളെങ്ങു പോയി. ഇന്നൊരു വഴികളിൽ കുളിരായി പെയ്തൊര പെരുമഴക്കാലവും യാത്രയായി. 1000 കണ്ണുള്ള മാലാഖമാരിന ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ. പോകുവാനാശയുണ്ടേറെ കിളിക്കൂട് മെയ്യുവാൻ നിന്റെ ആ നെഞ്ചകത്തിൽ.